ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നിൽക്കുന്നത് തൃശ്ശൂർ മണ്ണുത്തി മാടക്കത്തറയിലുള്ള തേരമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെയാണ് നാഷണൽ റോസ് ഗാർഡൻ ഉള്ളത്. ഒരു അടിപൊളി ഗാർഡനാണ് കേട്ടോ. നാഷണൽ റോസ് ഗാർഡൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളൊരു വലിയൊരു ഗാർഡനാണ്. ഒരുപാട് ഏക്കർ കണക്ക് സ്ഥലത്ത് നിറയെ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഓരോന്ന് നോക്കാം. വാ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ മണ്ണുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നഴ്സറികളുള്ള ഒരു സ്ഥലമാണ്. ഇഷ്ടമാതിരി ഇതുപോലുള്ള ഗാർഡനുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാഷണൽ റോസ് ഗാർഡനിലെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ഈ നാഷണൽ റോസ് ഗാർഡനിലേക്ക് വന്നത് മണ്ണുത്തിയിൽ നിന്നും മാടക്കത്തറ തേരമ്പം ഭാഗത്തായിട്ടാണ് ഈ നാഷണൽ റോസ് ഗാർഡൻ ഉള്ളത്. അപ്പോൾ പ്രോപ്പർ മണ്ണുത്തിയിലല്ല, കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയിട്ടാണ് ഈ ഒരു ഗാർഡൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ വരുന്ന വഴിയിൽ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടംമാതിരി നഴ്സറികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പല തരത്തിലുള്ള ഓരോ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പ്ലാന്റ്സിൻ്റെ നഴ്സറികളുണ്ട്. എല്ലാ പ്ലാന്റ്സും കൂടിയുള്ള നഴ്സറികളുണ്ട്. അങ്ങനെ ഒരുപാട് നഴ്സറികൾ നമുക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ നാഷണൽ റോസ് ഗാർഡൻ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരു 40ഓളം വർഷമായി. അപ്പം അത്രയധികം വർഷം പഴക്കമുള്ള ഒരു നഴ്സറിയാണ്. ഒരുപാട് ചെടികൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ചെടിയുടെ സെക്ഷൻ തന്നെ ഒരുപാട് ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ ചെടിയും എത്ര അധികം എണ്ണം വീതം ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇപ്പം നമ്മൾ കാണുന്നത് യൂഫോബിയയുടെ സെക്ഷനാണ്. അപ്പോൾ യൂഫോബിയയുടെ സെക്ഷനിൽ തന്നെ പലതരത്തിലുള്ള യൂഫോബിയകൾ കാണാൻ പറ്റുന്നുണ്ട്. ചെറുതും വലുതും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പല കളറിലുള്ളതുണ്ട്, പല സൈസിലുള്ളതുണ്ട്, പല തരത്തിലുള്ള യൂഫോബിയകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റേറ്റ് വരുന്നതും പലതരത്തിലാണ്. കാരണം അതിൻ്റെ കളറും അതല്ലെങ്കിൽ ആ ചട്ടിയുടെ വലിപ്പം മീൻസ് ചെടിയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് റേറ്റിനും വ്യത്യാസം വരുന്നുണ്ട്. ഇവിടുത്തെ കാക്ടസിൻ്റെയും സെക്ലൻസിൻ്റെയും കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. കാരണം അത്രയധികം കളക്ഷനുണ്ട് കാക്ടസിൻ്റെ സെക്ലൻസിൻ്റെ ഒക്കെ. അപ്പോൾ ഇവിടുത്തെ കാക്ടസിൻ്റെ സെക്ലൻസിൻ്റെ റേറ്റ്സ് വരുന്നത് 110 രൂപ മുതൽ 200 രൂപ വരെയാണ്. അതിങ്ങനെ കപ്പ് അനുസരിച്ച് സ്മോൾ ആണെങ്കിൽ 110 രൂപ വരുന്നത്. പിന്നെ ഏറ്റവും വലുതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 200 രൂപ. അതിൻ്റെ മിഡിലായിട്ട് വരണമെങ്കിൽ അതിനേക്കാൾ റേറ്റ് കുറവിനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിലുള്ള ചെടികളുടെ സൈസൊക്കെ അനുസരിച്ചിട്ടാണ് ആ റേറ്റ് വരുന്നത്. എന്തായാലും നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടുണ്ട്. നമുക്ക് കണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് കൊതിയാവും. നല്ല വൈറ്റ് പോട്ടിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും വാങ്ങിച്ചിട്ട് വേണ്ടിയിട്ട് തോന്നുന്നുണ്ടോ. അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് പലപ്പോഴും കാണാത്ത തരത്തിലുള്ള പല തരത്തിലുള്ള മോഡലുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്ലൻസ് ഒക്കെ അത്രയ്ക്ക് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണല്ലേ. എല്ലാവരും മിക്കവരും അതെ. ഇപ്പോൾ നമ്മൾ വീടിനകത്ത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് സെക്ലൻസ് ഒക്കെ ഇപ്പോൾ ടേബിളുകളായാലും അതുപോലെ തന്നെ സ്റ്റഡി ടേബിളുകളൊക്കെ വെക്കാനായിട്ട് എല്ലാവരും ഇപ്പോൾ കൂടുതലായിട്ട് വാങ്ങണ സംഭവമാണ് ഈ കാക്ടസ് സെക്ലൻസ് ഒക്കെ. വളരെ മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ് ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം. അതിവിടെ അത്യാവശ്യം നല്ലൊരു റീസണബിൾ റേറ്റിനാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ റെഡിൻ്റെ തൈക്കാണെങ്കിൽ 150 രൂപയാണ്. അതുപോലെ തന്നെ വൈറ്റ് ആണെങ്കിൽ 100 രൂപയാണ് അതിന് റേറ്റ് വരുന്നത്. ഒത്തിരി ചെടികൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ പേര് അറിയുന്നതും അറിയാത്തതും ആയിട്ടുള്ള ഒത്തിരി ചെടികളുണ്ട്. പിന്നെ എല്ലാ ചെടികളുടെയും പല സൈസിലുള്ളതും ഇവിടെ അവൈലബിൾ ആണ്. ചെറുത് മുതൽ വലുത് വരെ എല്ലാ സൈസിലുള്ളതും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നീഡ്സ് അനുസരിച്ച് അതിനനുസരിച്ച് വാങ്ങാനായിട്ടും പറ്റും.
ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡേനിയത്തിന്റെ ഒരു പാടം മാതിരി കാണുന്നുണ്ട്. ഏതൊക്കെ കളർ അഡേനിയാണെന്നറിയോ? പല മോഡലിലുള്ളത്, പല കളർ കോമ്പിനേഷനിലുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അഡേനി ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് പോരെ. ഇവിടെ ഇഷ്ടംമാതിരി പ്ലാന്റ്സ് ഉണ്ട്. ഒരു അടിപൊളി കാഴ്ച തന്നെയാട്ടോ ഈ അഡേനിയം ഒക്കെ ഇങ്ങനെ പൂത്ത് പല കളറിലുള്ള പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതും ഒരു കുറച്ചൊന്നല്ല, ഒരുപാട് ഏരിയയിലാണ് അതിങ്ങനെ നിരത്തി പിടിച്ച് നിൽക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം വാങ്ങിച്ചോണ്ട് പോകാൻ തോന്നും, അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട്. പല തരത്തിലുള്ള അഡേനിയംസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. പല ഫ്ലവേഴ്സ് നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഈ പ്ലാന്റ്സിൻ്റെ ചട്ടിയും ഒക്കെ നമുക്ക് ഓരോ നമ്പറുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ നമ്പറിലുള്ള ഫ്ലവർ അല്ലെങ്കിൽ ആ നമ്പറിലുള്ള ചട്ടിയിലുള്ള പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതേ ഫ്ലവറുള്ള അതിൻ്റെ ചെറിയ പ്ലാന്റ്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ അതിനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ നമ്പറിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ സെയിം നമ്പർ വെച്ച് നമുക്ക് ചെറിയ പ്ലാന്റ്സ് നോക്കി വാങ്ങാനായിട്ട് പറ്റും. കാരണം ചെറിയ പ്ലാന്റ്സുമ്പോൾ ഫ്ലവർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏത് കളർ ഫ്ലവർ ആയിരിക്കും എന്ന് നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ആ ഫ്ലവറിൻ്റെ ഏത് മോഡലുള്ള ഫ്ലവർ ആയിരിക്കും എന്ന് അറിയാനായിട്ടാണ് ഇവർ നമ്പറിങ് കൊടുത്തേക്കുന്നത്. കാരണം ഇവർ പ്രൂൺ ചെയ്യുമ്പോൾ ഏത് മദർ പ്ലാന്റിൽ നിന്നാണ് എടുക്കണേ അതനുസരിച്ച് ഇവർ നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങാൻ പോണവർക്ക് ഒരു സെറ്റപ്പ് ഐഡിയ ആണ് അത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ചെടിയുടെ തന്നെ ചെറിയ പ്ലാന്റ് ഒക്കെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ഇഷ്ടംമാതിരി പ്ലാന്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പല സൈസിലുള്ളത് കണ്ടില്ലേ? ചെറുത്, അത് നമ്മൾ കണ്ടത് വലുതായിരുന്നു, ഇപ്പോൾ കാണുന്നത് ചെറുതാണ്. അതും ഫ്ലവർ ഉള്ളതുണ്ട്, ഫ്ലവർ ഇല്ലാത്തതുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും ചെറുത് വരെയുണ്ട്. അപ്പം 40 രൂപ മുതലാണ് ഇവിടെ അഡേനിയത്തിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 40 രൂപയുടെ അഡേനിയം എന്ന് പറയുന്നത് ചെറിയ അഡേനിയമായിരിക്കും. അതനുസരിച്ച് അഡേനിയത്തിൻ്റെ വലുപ്പും അതിൻ്റെ പൂക്കളുടെ കളറൊക്കെ അനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറേ കാണുന്നതൊക്കെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിത്ത് മുളപ്പിച്ച് അഡേനിയം ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് ആ പ്ലാന്റ് ഇച്ചിരി വലുപ്പം വെക്കുമ്പോഴാണ് ഇവർ മദർ പ്ലാന്റിൽ നിന്ന് പ്രൂൺ ചെയ്തിട്ട് ഇതുമ്പോൾ ബഡ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെയാണ് അവർ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്പറിങ്ങും കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതൊക്കെ അഡേനിയത്തിൻ്റെ ചെറിയ പ്ലാന്റ്സുകളാണ്. ഇതൊക്കെ വിൽക്കാനായിട്ട് വെച്ചേക്കണത് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരുപാട് അഗ്ലോണിമയും കലാത്തിയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. പിങ്ക് കളറുള്ളതായാലും അതുപോലെ തന്നെ സ്നോ വൈറ്റ്, അങ്ങനെ എന്താ പറയുക, ഗ്രീനും വൈറ്റും കോമ്പിനേഷനുള്ളതും അതുപോലെ തന്നെ വൈറ്റും ഗ്രീനും പിങ്കും കോമ്പിനേഷനിൽ വരുന്നതായിട്ടുള്ള എല്ലാ അഗ്ലോണിമകളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെയൊക്കെ റേറ്റ് നമ്മളിങ്ങനെ വീഡിയോയിൽ എടുക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. പലതിനും പല പല റേറ്റുകളാണ് വരുന്നത്.
ഇവിടെ അതുപോലെ തന്നെ ഇഷ്ടമാതിരി ഫേണുകളും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പല മോഡലുള്ള ഫേണുകളൊക്കെ ഒരുപാട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ ഓർക്കിഡുകളാണ്. പല മോഡലുള്ള ഓർക്കിഡുകളുണ്ട്. ഇപ്പോൾ ഫ്ലവറൊന്നും ഇല്ലാത്ത കാരണം എല്ലാം ഏത് മോഡലാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളൂ. പല മോഡലുള്ള ഓർക്കിഡുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫിലോഡെൻഡ്രോൻ്റെ പല മോഡൽസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. 170 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഗോൾഡിന് 170 രൂപ തന്നെയാണ്. അതുപോലെ തന്നെ 150 രൂപ വരെ ഫിലോഡെൻഡ്രോൺ ഉണ്ട്. അപ്പോൾ ഓരോ പ്ലാന്റ്സിനനുസരിച്ച് റേറ്റിനും വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ നോർമൽ CC പ്ലാന്റ്സ് കൂടാതെ ബ്ലാക്ക് CC പ്ലാന്റ്സും ഒരുപാടുണ്ട് കേട്ടോ. ബ്ലാക്ക് CC പ്ലാന്റ്സ് അങ്ങനെ അധികം അവൈലബിൾ ആയിട്ടുള്ളതല്ല. ഇവിടെ അത് ഇഷ്ടം പോലെ ഉണ്ട്. യുജീനിയയുടെ പ്ലാന്റ്സ് ഇവിടെ കുറേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പല കളറിലുള്ളത്, അതുപോലെ തന്നെ മിനിയേച്ചറായി നിൽക്കുന്നത്, പിന്നെ ഒരുപാട് ഹൈറ്റ് വെക്കുന്നത് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. യുജീനിയ കൂടാതെ തന്നെ അരേലിയത്തിൻ്റെയും ഇതുപോലുള്ള ഒരു വലിയ കളക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണ്ണുത്തി, മാടക്കത്തറ, തേരമ്പത്തുള്ള നാഷണൽ റോസ് ഗാർഡൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ഈ നാഷണൽ റോസ് ഗാർഡൻ എന്ന് പറയുന്നത് മണ്ണുത്തിയിൽ നിന്ന് ഉള്ളിലോട്ട് വന്നിട്ട് തേരമ്പം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.